സഹകരണ പ്രതിസന്ധിയിൽ സംസ്ഥാനത്തിന്റെ വികാരമറിയിക്കാൻ സർവകക്ഷി സംഘത്തിന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രിയെ കാണുന്നതിന് ഇന്നലെ തന്നെ സമയം ചോദിച്ചിരുന്നു. ഇന്ന് സമയം അറിയാൻ ബന്ധപ്പെട്ടപ്പോൾ അനുമതിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു. വേണമെങ്കിൽ കേന്ദ്ര ധനമന്ത്രിയെ കാണാമെന്നായിരുന്നു പ്രധാനമന്ത്രി ഓഫീസിന്റെ പ്രതികരണം. നിയമസഭ ഒരു നിലപാടെടുക്കുക, സംസ്ഥാനത്തിലെ ഒരു സർവകക്ഷി സംഘം കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക, അതിന് സമയം നൽകാതിരിക്കുക, ഇത് സംസ്ഥാനത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരവാണ്. സംസ്ഥാനത്തിന്റെ വികാരം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത പ്രധാനമന്ത്രി നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സ്വാഭാവികമായും കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കേരള സംസ്ഥാനത്തിൻ്റെ കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ BJP നേതാക്കളുടെ ഇടപെടലാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. അവർ പോയിട്ട് ഈ കാര്യമാണല്ലോ സ്വാഭാവികമായിട്ടും പറയുക, നിങ്ങൾ ഇവിടുന്ന് വന്നവരെ കാണാൻ പാടില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിലപാടായിരിക്കാനാണ് ഇത് സാധ്യത. കാണാൻ അനുമതിയില്ലെങ്കിലും സംസ്ഥാന നിയമസഭാ സഖ്യ പ്രമേയം പ്രധാനമന്ത്രിക്ക് എത്തിച്ചു കൊടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി താനാണെന്ന് തെളിയിക്കാനുള്ള ഒരു പുറപ്പാടിലാണോ നരേന്ദ്രമോദി? കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച്, എല്ലാ പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാം ഒരുമിച്ച് പോകാൻ തീരുമാനിച്ച് സമയം ചോദിക്കുമ്പോൾ ധനകാര്യമന്ത്രിയെ കാണാൻ പറയുന്ന നടപടി ഒട്ടും ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ച നടപടിയല്ല. അപ്പം ഉലകം ചുറ്റും വാലിബനെ പോലെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളുടെ വികാരം കൂടി മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? അത് ചെയ്യുന്നത് വളരെ തെറ്റായ നടപടിയാണ്. ഫെഡറൽ സ്ട്രക്ചറിന് നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തോടൊപ്പം സംസ്ഥാനത്തിലെ എല്ലാ കക്ഷികളിലും പെട്ട പ്രമുഖ നേതാക്കന്മാരും ഒരുമിച്ച് പ്രധാനമന്ത്രിയെ കാണാൻ സമയം ചോദിക്കുമ്പോൾ കൊടുക്കുക എന്നതാണ് മര്യാദ. അതിന് സമയമില്ല, ധനകാര്യമന്ത്രിയെ പോയി കാണുമെന്ന് പറഞ്ഞത് വളരെ ധിക്കാരപരമായ നിലപാടാണ്. പ്രധാനമന്ത്രിയെ കാണാനുള്ള സംസ്ഥാനത്തിൻ്റെ ആ ശ്രമങ്ങളോട് തികച്ചും നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ച പ്രധാനമന്ത്രി തികഞ്ഞ സ്വേച്ഛാധിപതിയെപ്പോലെയാണ് പെരുമാറുന്നത്. ഈ പോക്ക് പോയാൽ ഇവിടെ ജനാധിപത്യം കുഴിച്ചു മൂടപ്പെടും. അതുകൊണ്ടാണ്. അപ്പോൾ തലസ്ഥാനത്ത് മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും അണിനിരന്നിട്ടുണ്ട്. തീർച്ചയായും ഇന്ത്യ രാജ്യത്തൊരു മൂവ്മെൻറ്റ്, ഒരു മൂവ്മെൻറ്റായി ഇത് വളർന്നു വരും. ഈ ശക്തമായി ഇതിനോട് പ്രതിഷേധമുണ്ടാവും. ആ പ്രതിഷേധത്തിൽ ഞങ്ങളൊക്കെ ചേരും.